നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, 1-ാം അധ്യായത്തിലെ 11-ാം വാക്യം പ്രാർത്ഥനയെക്കുറിച്ചുള്ള. പ്രാർത്ഥനയെക്കുറിച്ച് ശരിയായ അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവ് വിടുവിച്ച കാര്യം പറഞ്ഞ ശേഷം പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കണം. യു ഓൾസോ മസ്റ്റ് ഹെൽപ്പ് us ബൈ പ്രേയർ. പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. ദൈവമെല്ലാം അവന്റെ സോവറിനിറ്റിയിൽ ചെയ്യുന്നു നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പോ എന്തിനാണ് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. എന്നിട്ടും പറയുന്നു, അന്നുള്ള ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. We know that God is sovereign and God can do all things without anyone's help or interference. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് പറയുന്നത്, ദൈവം എല്ലാം ഞങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒത്തിരി പേര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അക്നോളജ് ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യം, ദൈവമേ, നീയാണ് ഞങ്ങൾക്ക് ആഹാരം തരുന്നത് എന്നുള്ളൊരു അക്നോളജ്മെന്റ് ആണത്. When we pray, we know that who is giving us food, who is giving us shelter, who is giving us every day that what we need. അപ്പോൾ പൗലോസ് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ്. കാരണം ഇത് ദൈവമാണ് തരുന്നതെന്നും മക്കൾക്ക് തരുന്നതാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇവിടെ പറയുന്നത്, സോ ദാറ്റ് മെനി വിൽ ഗിവ് താങ്ക്സ് ഓൺ അവർ ബിഹാഫ്. എന്താണ് ഈ പ്രാർത്ഥനാ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനേകം ആളുകൾക്ക് ഇത് സ്തുതി കരയറ്റുന്നതിന്, ഞങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിന് ഒരു കാരണമായി മാറാൻ വേണ്ടിയാണ്. തന്നെയുമല്ല, അടുത്ത കാര്യം പറയുന്നത്, ഫോർ ദ ബ്ലെസ്സിങ് ഗ്രാൻഡഡ് us ത്രൂ പ്രേയേഴ്സ് ഓഫ് മെനി. അപ്പൊ അനേകം ആളുകളുടെ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകിയതെന്നാണ്. അപ്പൊ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടി പ്രാർത്ഥനകളെ ഒരു വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മീൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിന് നൽകാൻ പറ്റുമെങ്കിലും ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഹിസ് സെയിൻസ്, അവരുടെ പ്രാർത്ഥനകളിലൂടെ ഇത് നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ഈ അനുഗ്രഹങ്ങൾ നൽകുവാൻ ദൈവം ഞങ്ങളുടെ കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം എന്നുള്ളതാണ് കർത്താവിന്റെ ഒരു പൊസിഷൻ. സോ ഈവൻ ഇഫ് യു ഡോണ്ട് ആസ്ക്, ഹി ഗീവ്സ് us. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമാണ്. ദൈവത്തിന്റെ ഇന്റൻഷൻ അനുസരിച്ച് നമ്മൾ അവനോട് ചോദിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് ഗ്ലോറിഫൈങ് ഗോഡ്. അതുകൊണ്ട് പ്രാർത്ഥന ദൈവത്തെ ഉന്നത സ്ഥാനത്ത് നമ്മളെ താഴ്ന്ന സ്ഥാനത്ത് നിർത്തുന്നു. പ്രാർത്ഥനയിലൂടെ ഇത് എന്റെ അധ്വാനമല്ല, ദൈവമേ നിന്റെ ദാനമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ഇത് ലക്കല്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്, ദൈവമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് നീ ഞങ്ങളെ വിടുവിച്ചതാണ് എന്ന് മനുഷ്യന് മനസ്സിലാവുന്നു. അപ്പൊ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. സോ ഈ പ്രേയർ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏതൊരു സെക്കൻഡിൽ പോലും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് ഒരു സെക്കൻഡിൽ പോലും നമുക്ക് ആ പ്രാർത്ഥന തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്ലീഡിങ്, ഒരു കണ്ടിന്യൂസ് പ്ലീഡിങ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർ ദ ബ്ലെസ്സിങ് ഗ്രാൻഡഡ് us ത്രൂ ദ പ്രേയേഴ്സ് ഓഫ് മെനി. അനേകരിലൂടെ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ അനേകം ആളുകൾ അത് ദൈവത്തെ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ പുകഴ്ത്തുന്നതിന് അത് കാരണമായി തീരും. ഇനി അത് വേറൊരു കാരണം കൂടെ ഉണ്ട് പ്രാർത്ഥിക്കുവാൻ. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ഗ്ലോറി അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി
പൗലോസ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ജീവിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് ഭൂമിയിലെ ജ്ഞാനം ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഭൂമിയിലെ ജ്ഞാനം ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ വഴി. ഓക്കെ, അപ്പോൾ ആ ഒന്നാമത്തെ വഴി അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ നമുക്കിവിടെ ജീവിക്കാൻ ലഭിക്കുന്ന അനേകം ബുദ്ധി, വിവേകം, പരിജ്ഞാനം, ഇങ്ങനെ ഇത് വെച്ച് ജീവിക്കാൻ നമുക്ക് നോർമൽ ലൈഫ് നമുക്ക് എളുപ്പം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വഴി യാത്രയിൽ, അതായത് ഞാൻ എൻ്റെ ബുദ്ധി വെച്ച് ജീവിക്കുന്ന യാത്രയിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നീ എൻ്റെ വഴിയൊക്കെ ശരിയാക്കി തരണം. അപ്പം ഇതാണ് നമ്മൾ കോമൺലി പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ സമൂഹം. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ അല്ലാത്തൊരു ലൈഫിലേക്ക് പോകുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതായത് ഞങ്ങളുടെ ബുദ്ധി വെച്ചോ പരിജ്ഞാനം വെച്ചോ ആഗ്രഹം വെച്ചോ ജീവിക്കുന്ന ഒരു വഴിയല്ല. എർത്തിലി വിസ്ഡം ഇല്ലാത്ത ദൈവത്തിന്റെ കൃപയാൽ മാത്രം നടക്കാൻ പറ്റുന്ന ഒരു വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇപ്പൊ പ്രാർത്ഥനയിലൂടെയാണ് ആ വഴി എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ആണ് പൗലോസ് പറയുന്നത്. 12-ാം വാക്യം പറഞ്ഞു, ഫോർ അവർ ബോസ്റ്റ് ഈസ് ദിസ് ദ ടെസ്റ്റിമണി ഓഫ് അവർ കോൺഷ്യൻസ് ദാറ്റ് വി ഹാവ് ബിഹേവ്ഡ് ഇൻ ദ വേൾഡ് വിത്ത് സിംപ്ലിസിറ്റി ആൻഡ് ഗോഡ്ലി സിൻസിയറിറ്റി, നോട്ട് ബൈ എർത്തിലി വിസ്ഡം. ലോകസംബന്ധമായ ഒരു ജ്ഞാനവും കടന്നു വരാതിരിക്കുവാൻ, ഞങ്ങളുടെ ഉപദേശങ്ങളിൽ കടന്നു വരാതിരിക്കുവാൻ ഞങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും സിമ്പിളായിട്ട് സംസാരിക്കും. കാരണം ഈ ബുദ്ധിയുള്ളവർ സംസാരിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ചില സമയത്ത്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അവർ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഭയങ്കരമായി പഠിച്ചു പറയും. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു, റഷ്യ അവരെ അറ്റാക്ക് ചെയ്തത് ഇതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം ഈ ഭൂമിയിലുള്ള വിസ്ഡവും ദൈവത്തിന്റെ വിസ്ഡവും കൂടെ കൂട്ടിക്കുഴച്ച് നമ്മളൊരു പ്രത്യേക കോക്ടെയിൽ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയാണ് അങ്ങനെ ഒരു കോക്ടെയിൽ മിക്സ് ഇല്ലാതെ സിമ്പിളായിട്ട്, വളരെ ലളിതമായി, സ്ട്രെയിറ്റ് ഫോർവേഡായി, ദൈവികമായ ഒരു ആത്മാർത്ഥതയോടെ. എന്താണ് ഈ ദൈവികമായ ആത്മാർത്ഥതയോടെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവികമായ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന, അത് താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ദൈവം നമുക്ക് തരുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് നമ്മുടെ ചുമതലകളോട്. എന്താണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ ഞങ്ങളെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രസംഗം അവതരിപ്പിക്കുന്നത്? ഹൊമിലെറ്റിക്സ് എന്ന് പറയാൻ, ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രീച്ചിങ്, അതാണ് ഹൊമിലെറ്റിക്സ്. ഹൊമിലി എന്ന് പറയുന്ന പ്രസംഗമാണ് ഹൊമിലെറ്റിക്സ്. അപ്പൊ അതിനകത്ത് ഹൊമിലെറ്റിക്സിൽ പഠിപ്പിക്കുന്നത് ഒരു വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കണം, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ അതിനെക്കുറിച്ച് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 3-4 പോയിന്റ്സ് വേണം. ആ പോയിന്റ്സിന് സബ് പോയിന്റ്സ് ആകാം. അങ്ങനെ അവസാനം വരുമ്പോൾ ഒരു കൺക്ലൂഷൻ വരണം. അങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പോയിന്റുകളും ഒന്നിനോടൊന്ന് റിലേറ്റഡ് ആയിരിക്കണം, അതേസമയത്ത് ഡിഫറൻറ്റും ആയിരിക്കണം. അങ്ങനെ അവസാനം വരുമ്പോൾ ഏറ്റവും കാതലായ വിഷയത്തെ നമ്മൾ ആളുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന രീതിയിൽ സംസാരിക്കണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ കിട്ടുന്നത് പഴയ കാലത്ത് റോമയിലും ഗ്രീസിലുമൊക്കെ ഭയങ്കര വിദഗ്ധന്മാരായ പ്രഭാഷകന്മാരുണ്ടായിരുന്നു. റെട്ടറിക് ഉപയോഗിച്ച്, പല ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ടെക്നിക്ക് കിട്ടിയതാണ്. അതൊരാശയത്തെ വേറൊരാളിലേക്ക് എത്തിക്കാൻ അത് ആവശ്യമാണ്. പക്ഷെ ഇവിടെ വർക്ക് വേറെയാണ്. ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായി സംസാരിക്കുക എന്നുള്ളതാണ്. ടോക്ക് വിത്ത് സിൻസിയറിറ്റി. അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ലൊരു പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി അല്ല പരിശ്രമിക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ച പണി സിൻസിയറായിട്ട് നിങ്ങളിലേക്ക് സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ 4 പോയിന്റ് 5 പോയിന്റ് നോക്കില്ലല്ലോ. നമ്മൾ സംസാരിക്കുന്ന എന്നെ മക്കളോടൊക്കെ സംസാരിക്കണം, ഞാനൊരു 5 പോയിന്റ്, അതിന്റെ ആവശ്യമില്ല നമുക്ക്. അതിന്റെ ആവശ്യം ഉണ്ടാകുന്നത് ഈ റിലേഷൻഷിപ്പ് എല്ലാം ഭയങ്കര ഫോർമലായി കുറെ നാളായിട്ട് മിണ്ടാതാകുമ്പോഴാണ്. അപ്പോൾ പൗലോസ് പറയാണ്, ഒരു സിൻസിയറായിട്ട്
വാ തുറന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലോകജ്ഞാനം ഒന്നും ഉപയോഗിക്കാതെ ദൈവം തരുന്ന കൃപയുടെ മഹത്വത്തിനായി സംസാരിക്കുവാൻ, അതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കൃപ ഞങ്ങൾക്ക് ആവശ്യമായതുകൊണ്ടും ഈ കൃപയിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലോകത്തിന്റെ ഒരു വഴികളിലേക്ക് ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കും. കാരണം ഇത് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വഴിയാണ്, സിമ്പിളായിട്ട് ആത്മാർത്ഥതയോടെ സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത് 13-ാം വാക്യം ഈ സിമ്പിൾ ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സിമ്പിൾ ടോക്ക് അല്ലെങ്കിൽ സിമ്പിൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ പറയാറുണ്ട് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, അല്ലെ? റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് വേറെ എന്തോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എന്താ പറയുന്നത്, നമ്മുടെ ലോണൊക്കെ എടുത്തു കഴിയുമ്പം, ഏതെങ്കിലും വണ്ടിക്കൊക്കെ ലോൺ എടുത്തിട്ടുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും വണ്ടിക്കോ ഏതെങ്കിലും, പണ്ടൊക്കെ ഭയങ്കര പ്രോസസ്സായിരുന്നു. ഇതൊരു 19 സൈൻ ചെയ്യണം. ഈ അതിനകത്തൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്താന്ന് ആർക്കും പോലും അറിയത്തില്ല. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ വെക്കുമ്പോൾ അതിനകത്ത് അവരെഴുതിയേക്കുന്നതൊക്കെ അവർ തന്നെയാണ് വ്യാഖ്യാനിക്കും. നമുക്കിത് എങ്ങനെയാണെന്നൊന്നും അറിയത്തു പോലുമില്ല. പക്ഷെ പൗലോസ് അത് പറയാണ്, ഞങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് വേറെ ഒന്നും ഹിഡൻ മീനിങ്സ് ഇല്ല. കാരണം എന്താണ്? ഇത് ദൈവത്തിന്റെ പണിയാണ്. നമ്മൾ സംസാരിക്കുമ്പം ചിലപ്പോൾ ഹിഡൻ മീനിങ്സ് വരും. കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, എന്താ, നമ്മുടെ ചർച്ചിൽ ജോൺസൺ ബ്രദർ പറഞ്ഞ, ഞങ്ങളൊക്കെ വേറെ കൂട്ടരാണല്ലോ, നിങ്ങൾ ഇങ്ങനെയല്ലേ ഞങ്ങളുടെ പെരുമാറിയത്, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞതിനകത്ത് ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റിട്ടേൺ അതല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ ഒരാളുടെ പറയാം, ശരി ശരി നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നന്നായി നടക്കണം നല്ല ആഗ്രഹം. വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് അതല്ല അതിന്റെ മീനിങ്. അല്ല, വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഈസ് നോട്ട് വാട്ട് യു ആർ റൈറ്റിംഗ്. ഇവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ എന്തെഴുതിയോ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിന് എക്സ്ട്രാ ഇല്ല. അതിനകത്ത് വേറൊരു ടോൺ അതിനകത്ത് മറിഞ്ഞിരിക്കുന്നില്ല. ഇത് നമ്മൾ ഈ മാസ്ക്ഡ് കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് പാപികളായ മനുഷ്യരുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. ദേ ഹാവ് എ കോൺവെർസേഷൻ ബട്ട് ദാറ്റ് കോൺവെർസേഷൻ ഈസ് മാസ്ക്ഡ്. ദാറ്റ് മീൻസ് വി ഡോണ്ട് നോ ദ ഇന്റൻഷൻ, വി ഡോണ്ട് നോ ദ റിയൽ മീനിങ് വെൻ ദീസ് പീപ്പിൾ ആർ സ്പീക്കിംഗ്. ഓക്കെ, അപ്പോ ഈ മാസ്ക്ഡ് കോൺവെർസേഷൻസ് ഇല്ലാത്ത ഒരു വിഷയമാണ്. അതായത് നമ്മൾ മർമ്മങ്ങളെ പിന്നെ വ്യാഖ്യാനിക്കാൻ പോകേണ്ട കാര്യമില്ല. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ ഒരു ഹിഡൻ മർമ്മമുണ്ട്, ക്രിസ്തു അത് വെളിപ്പെടുത്തപ്പെടണം. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. പുതിയ നിയമം ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഹിഡൻ മീനിങ്സ് ഒന്നുമില്ല. അത് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ വായിക്കണം, ഒരു ഗോഡ്ലി സിൻസിയറിറ്റിയിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാണ്. ഇപ്പൊ പൗലോസിന് ഭയങ്കര കഴിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയതല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഗോഡ്ലി സിൻസിയറിറ്റിയോട് എഴുതുമ്പോൾ നമുക്ക് എത്ര ഗഹനമായ കാര്യങ്ങൾ പറയുമ്പോഴും സിമ്പിളാണ്. കാരണം എന്താ, ദൈവത്തിന്റെ ആത്മാവാണ് പറയാൻ. കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യം, ഇറ്റ്സ് വെരി സിമ്പിൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ നിയമം പ്രസംഗിക്കാൻ ആൾക്കാർക്ക് ഇത്രയും മടി. കാരണം ഈ ഒന്നുമില്ല പറയാൻ. ഇപ്പൊ തുറന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞത് മർമ്മം ഒന്നും പൊളിക്കാനില്ല. നേരെ പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരായിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ എന്താ, കർത്താവ് നമുക്ക് മരിച്ചു. ഓക്കെ, മനസ്സിലായി. ഇനി എന്ത് പ്രസംഗിക്കും? കാരണം ഇവർക്ക് എന്തിനും പ്രസംഗിക്കണം. അപ്പം അതിനകത്ത് മർമ്മങ്ങൾ പൊളിച്ചു കാണിക്കുമ്പോൾ ആൾക്കാർ അന്തം വിട്ട് നിൽക്കണം. ഓ മൈ ഗോഡ്, എന്തൊരു പ്രസംഗമെന്ന് ആൾക്കാർ ചിന്തിക്കണം. അപ്പൊ ഈ ലളിതമായ പ്രസംഗം പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് പഴയ നിയമം വായിച്ചിട്ട് അതിനകത്ത് മർമ്മം എടുത്ത് വ്യാഖ്യാനിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്തൊരു ഒറേറ്ററിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു ഹൊമിലിറ്റിക് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഞാൻ പറഞ്ഞത് കൊള്ളാം, നന്നായി. പോലീസ് പറയാൻ ഇങ്ങനെയുള്ള ഒരു മോട്ടീവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ ലളിതമായി കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അതിലൊരു തന്ത്രവും പ്രയോഗിക്കുന്നില്ല. ലോകത്തിന്റെ ഒരു പാറ്റേണിലൂടെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വി സ്പീക്ക് ട്രൂത്ത് സിൻസിയർലി ആൻഡ് ക്ലിയർലി, വിത്തൗട്ട് എനി പാറ്റേൺ, വിത്തൗട്ട് എനി വാട്ട് യു കോൾ വേൾഡ്ലി സിസ്റ്റംസ്. എന്ത് പറയാണ്,
ഫോർ വി ആർ നോട്ട് റൈറ്റിംഗ് ടു എനിത്തിങ് അതർ ദാൻ വാട്ട് യു റീഡ്. ഈ നിങ്ങൾ വായിക്കുന്ന അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ എഴുതുന്നില്ല അതിനകത്ത്. അതായത് വേറെ ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കപ്പെട്ട മാസ്ക്ഡ് മീനിങ്സ് ഇല്ല. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഐ ഹോപ്പ് യു വിൽ ഫുള്ളി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇത് പൂർണ്ണമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം. അടുത്ത വാക്യം പറയാണ്, ഇപ്പം നിങ്ങൾ ഭാഗികമായി മാത്രമേ ഇത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് ഭയങ്കര റെലവെന്റ് ആണ്. ഫോർ യു ആർ നോട്ട് റൈറ്റ്, അതെ, നിങ്ങൾ just as you did partially understand us, that on the day of our Lord Jesus you will boast of us and we will boast of you. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് മിനിസ്ട്രിയാണ് വലിയ കാര്യമെന്നാണ്. ഇപ്പൊ ചേസ് ജോസഫ് എന്ന് പറയുന്ന ആൾക്ക് ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി വലിയൊരു കാര്യമാണ്. നോട്ട് അറ്റ് ഓൾ. മിനിസ്ട്രി അല്ല അവിടുത്തെ വലിയ കാര്യം. ദൈവത്തിന്റെ ഗ്ലോറിയാണ് വലിയ കാര്യം. നിങ്ങൾ നിമിത്തം എനിക്കും ഞാൻ നിമിത്തം നിങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് വൺ പേഴ്സൺ ഈസ് ക്രിയേറ്റിംഗ് എ മിനിസ്ട്രി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. You listen to me, I speak to you and I create a ministry. No. നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു മിനിസ്ട്രി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളായിരിക്കും ഭാഗികമായിട്ട്. അതായത് ഇത് ഇവരുടെ പണിയാണ്, ഇത് ഇവരിങ്ങനെ പറയും, നമ്മളിതിങ്ങനെ കേൾക്കും, നമ്മൾ എന്നിട്ട് വല്ലതും കൊടുക്കാനാണെങ്കിൽ കൊടുക്കും. ഇങ്ങനെയാണ് ഈ കൊരിന്തിലെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത്. ദാറ്റ്സ് ഓൺലി എ പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. പൗലോസ് പറയാണ് അങ്ങനെയല്ല, ഇത് പാർഷ്യൽ മാത്രമല്ല, തെറ്റുമാണ്. ശരിയായ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എന്നെ ഓർത്തും ഞാൻ നിങ്ങളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയാകണം. ഇത് നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലേക്കും ഒന്ന് ചിന്തിച്ചു നോക്കി. ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ നിമിത്തം നീ കർത്താവിന് സ്തോത്രം ചെയ്യണം, നീ നിമിത്തം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യണം. അതാണ് റിലേഷൻഷിപ്പ്. ദാറ്റ്സ് എവറി റിലേഷൻഷിപ്പ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഡിമാൻഡ് ഓഫ് ഗ്ലോറിഫൈങ് ഗോഡ്. സഭയും അങ്ങനെ തന്നെയാണ്. എല്ലാ റിലേഷൻഷിപ്പിലും അൾട്ടിമേറ്റ്ലി ഗോഡ് ഹാസ് ടു ബി ഗ്ലോറിഫൈഡ്. ഇത് ഒരാൾ ഡൊമിനേറ്റ് ചെയ്യുന്നതോ ഒരാൾ മിനിസ്ട്രി ഉണ്ടാക്കുന്ന ഒന്നുമല്ല. ഇത് മനസ്സിലാക്കലിന്റെ ഒരു പ്രശ്നമാണ്. അതാണ് പൗലോസ് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഓൺലി പർപ്പസ് ഈസ് ഗോഡ് ഹാസ് ടു ബി ഗ്ലോറിഫൈഡ്, ഷാൽ ബി ഗ്ലോറിഫൈഡ് ഓൺ ദ ഡേ ഓഫ് ദ ലോർഡ് വെൻ വി ആർ ഓൾ ദെയർ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓൺ ദ ഡേ ഓഫ് അവർ ലോർഡ് ജീസസ് യു വിൽ ബോസ്റ്റ് ഓഫ് us ആസ് വി വിൽ ബോസ്റ്റ് ഓഫ് യു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹോദരനെ കിട്ടി എന്നുള്ളതിന്, അല്ലെ സഹോദരിയെ കിട്ടി എന്നുള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്ന. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പൗലോസ് ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് കൊരിന്തിലേക്ക് പോണോ വേണ്ടയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ പൗലോസിന് മുമ്പിൽ വന്നു. നിങ്ങൾക്കറിയാം, കൊരിന്ത് സഭയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. പക്ഷെ ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഞങ്ങൾ വേണോ വേണ്ടയോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് യെസ് എന്നോ നോ എന്നോ മാത്രമേ ഉള്ളൂ. പണ്ട് ഒരു പ്രവാചകൻ, എൻ്റെ ഒരു അങ്കിള് ഇത്തിരി സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ വിളിച്ചുകൊണ്ടിട്ട് പ്രവാചകന്റെ അടുത്ത് കാണാൻ പോയി. അപ്പോൾ അദ്ദേഹമായിട്ട് നടന്നൊരു കോൺവെർസേഷൻ എന്നോട് പറഞ്ഞത്, ഈ പ്രവാചകൻ പറഞ്ഞു, ഒരു 10 ദിവസം നിങ്ങൾ ഉപവാസം എടുക്കും, നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും വെളിപ്പെടുന്നില്ല. പറഞ്ഞെല്ലാം തെറ്റിപ്പോയി, അതുകൊണ്ടാണ്. 10 ദിവസം ഉപവാസം എടുത്തിട്ട് വാ. അപ്പോ ഉടനെ പുള്ളി പറഞ്ഞു, എനിക്ക് 10 ദിവസം ഉപവാസം എടുക്കാൻ പറ്റത്തില്ല, കടക്കാരെല്ലാം വന്ന് ഇങ്ങനെ മുട്ടുന്ന ഒരു സമയമാണ്. ഇപ്പൊ വളരെ ആങ്സൈറ്റി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉപവാസം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. മൈൻഡ് ഈസ് നോട്ട് ഹിയർ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, 10 ദിവസം ഇല്ല, കുഴപ്പമില്ല, ഒരു 3 ദിവസം ഇരുന്നിട്ട് പോവാം. കാരണം ദൈവം എന്താ പറഞ്ഞത് നിശ്ചയമില്ല. ഇറ്റ്സ് ഹിസ് ഐഡിയ.
ദൈവം പറയുന്നതല്ല, ഇത് ഇവര് പറയുന്ന യേശുവിന്റെ കള്ളവെപ്പിട്ടിട്ട്. കള്ളവെപ്പാണ് ഇതെല്ലാം യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഒപ്പുണ്ടല്ലോ, ആ ഒപ്പ് കള്ളവെപ്പാണ്. അപ്പൊ നമ്മളെല്ലാം വിശ്വസിക്കും കർത്താവ് പറഞ്ഞിട്ടാ. കർത്താവ് പറഞ്ഞതല്ല. കർത്താവ് ഒരിക്കലും വാസിലേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. യെസ് യെസ്, നോ നോ എന്ന ആ രീതിയിലേക്ക് ദർ ഇസ് നോ വാസിലേഷൻ. അങ്ങോട്ട് വിസ കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെയല്ലല്ലോ കർത്താവ് ചെയ്യുന്നത്. അല്ല, കർത്താവിന് ഒരു യെസ് ഉണ്ടെങ്കിൽ യെസ്, നോ ഉണ്ടെങ്കിൽ നോ. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ വരാതിരുന്നത് വളരെ നന്നായി. കാരണം അത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നില്ല. അന്ന് വന്നിരുന്നെങ്കിൽ വടിയും പത്തിലുമായിട്ട് ഞാൻ വരേണ്ടി വന്നേനെ. സോ ഗോഡ് പ്രിവെന്റഡ് us ഫ്രം കമ്മിങ് there. ഓക്കെ, അപ്പോൾ അതാണ് അതിന് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ 15-ാം വാക്യം കൂടെ നമുക്ക് നോക്കാം. ബിക്കോസ് ഐ വാസ് ഷുവർ ഓഫ് ദിസ്, ഐ വാണ്ടഡ് ടു കം ടു യു ഫസ്റ്റ് സോ ദാറ്റ് യു മൈറ്റ് ഹാവ് എ സെക്കൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഗ്രേസ്. എന്താണ് ഈ സെക്കൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ സെക്കൻഡ് എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിനെ തുടർന്നുള്ള ഒരു പിന്നീട് ഹരസ്യമായി മാറിയ ഒരു ടീച്ചിങ്ങിനെ കുറിച്ചും കൂടെ നിങ്ങൾ അവെയർ ആയിരിക്കേണ്ടതാണ്. അമേരിക്കയില്, ഇംഗ്ലണ്ടിലൊക്കെ ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഹോളിനെസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഹോളിനെസ് മൂവ്മെന്റിന്റെ പ്രത്യേകത, ദേ എംഫസൈസ്ഡ് ഓൺ എ സെക്കൻഡ് എക്സ്പീരിയൻസ്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒത്തിരി ആളുകൾക്ക് അങ്ങനെ അനുഭവമുണ്ട്, ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് അനുഭവം. ഞാനത് ഒന്ന് വിശദീകരിക്കാൻ നോക്കാം, എങ്ങനെയാണ് നിങ്ങളത് അനുഭവിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും വിശ്വാസത്തിലേക്ക് വരുന്നു, നല്ല തീഷ്ണമായി വരുന്നു. ഒന്ന് കുറെ കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി മടി പിടിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു, ഒരു നോർമൽ ലൈഫിലോട്ട് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, കാര്യങ്ങളെല്ലാം ഇങ്ങനെ റൊട്ടീനായിട്ട് നടക്കുന്നു, അങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് പോകുന്നു. എന്നാൽ ഏതോ ഒരു ജീവിതത്തിന്റെ ഏതോ ഒരു സമയത്ത് ദൈവവുമായിട്ടുള്ള ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ഒരു പുതിയ ലെവലിലേക്ക് ആ ലൈഫ് മാറിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ പല ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിനെയാണ് ഈ സെക്കൻഡ് എക്സ്പീരിയൻസ് എന്ന് പല ആളുകളും പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ലാക്ലെസർ ക്രിസ്ത്യനായി സഭയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം വേറൊരു രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കുകയും ആത്മാവിന്റെ ഒരു രണ്ടാം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയും അങ്ങനെ രക്ഷിക്കപ്പെട്ട ശേഷം വേറൊരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് ഒരു ഭയങ്കര തീഷ്ണതയോടെയുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒത്തിരി ആൾക്കാർ യെസ് എന്ന് പറയും, എനിക്കത്. എന്നാൽ എല്ലാവർക്കും അത് യെസ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ അനേകം ക്രൈസിസ് എക്സ്പീരിയൻസുകളിലൂടെയാണ്, അനേകം, ഒന്നല്ല. അപ്പോ അതിനെ ഒരു ഡോക്ടറിനാക്കി എടുത്തിട്ട് ഈ രണ്ടാമത് സംഭവിക്കുന്ന ക്രൈസിസ് എക്സ്പീരിയൻസിനെ ഈ ഹോളിനെസ് മൂവ്മെന്റുകാരെ എൻറ്റയർ സാന്റിഫിക്കേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സാന്റിഫിക്കേഷൻ നടക്കുന്ന അപ്പോഴാണ് എന്നൊരു ഡോക്ടറിനുണ്ടാക്കി. ഇതൊരു ഡോക്ടറിനാക്കി മാറ്റി. അതായത് സെക്കൻഡ് എക്സ്പീരിയൻസ്. ഈ ഹോളിനെസ് മൂവ്മെന്റിൽ നിന്നാണ് പിന്നീട് പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. രണ്ടാം എക്സ്പീരിയൻസ്, അതായത് വൺസ് യു ആർ ബോൺ അഗെയിൻ യു വിൽ ഹാവ് എ സെക്കൻഡ് എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു ഡോക്ടറിൻ. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന സെക്കൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തീർച്ചയായിട്ടും അതൊരു ഡോക്ടറിനല്ല, അത് അനുഭവങ്ങളാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് എ ഡോക്ടറിൻ. There can even be a third experience. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന്റെ രണ്ടാമത്തെ വിസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് ഈസ് ആൻ അപ്പോസിൽ. എന്നാൽ കൊരിന്ത് സഭ ഒരു ചൈൽഡ് ചർച്ചാണ്, നമുക്കറിയാം. ഈ ചൈൽഡ് ചർച്ചിന് ഒരു കൃപയുടെ അനുഭവം കൂടെ, അതായത് അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ശുശ്രൂഷയുടെ കുറവുണ്ട്. ബിക്കോസ് ദേ നീഡ് ടു ബി സ്റ്റെബിലൈസ്ഡ് ഇൻ ഫെയ്ത്ത്. അപ്പൊ കൃപയുടെ ഒരു രണ്ടാമത്തെ അനുഭവം കൂടെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുവാൻ ആഗ്രഹിച്ചത് എന്നാണ്
പൗലോസ് പറയുന്നത്. അപ്പോൾ അതല്ലാതെ അതൊരു ഡോക്ടറിനായിട്ടല്ല പറയാം. ഇപ്പൊ ഒരു ആളുകളോട് പറയാണ് നിങ്ങൾക്കൊരു രണ്ടാമത്തെ അനുഭവം ആവശ്യമാണ്, യു നീഡ് എ സെക്കൻഡ് എക്സ്പീരിയൻസ്, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലോകത്തിലുള്ള എല്ലാവരും ഒരു രണ്ടാം അനുഭവത്തിലൂടെ പോകണമെന്നും മൂന്നാനുഭവം എന്ന് പറഞ്ഞൊരു അനുഭവം ഇല്ലെന്നും അങ്ങനെ ഒരു ഡോക്ടറിനായിട്ട് അതിനെ സ്ഥാപിക്കാൻ സാധിക്കില്ല. If the apostles visited you again, it means you will have another experience of grace. ഓക്കെ, അങ്ങനെ ഓരോ ഗ്രേസ് എക്സ്പീരിയൻസസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിലൊരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പൗലോസ് ഈ ദൈവത്തിന് ഒരു വാസിലേഷൻ ഇല്ല. ഹി ഡസൻ വാസിലേറ്റ് ബിറ്റ്വീൻ യെസ് യെസ് നോ 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 യെസ് യെസ്, അങ്ങനെ ദൈവത്തിനൊരു ഓ യെസ് യെസ് ഏയ് നോ നോ അങ്ങനെയില്ല. ദൈവത്തിന് എപ്പോഴും അവന്റെ വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച് യെസ് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പൗലോസ് പറയുന്നത്. ഓക്കെ, 18-ാം വാക്യം. As surely as God is faithful, our word to you has not been yes and no. 17-ാം വാക്യത്തിൽ പറയാണ്, വാസ് ഐ വാസിലേറ്റിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയായിരുന്നോ? when I wanted to do this. ഓക്കെ, ഞാൻ മാസിഡോണിയയിലോട്ട് പോകാൻ ആഗ്രഹിച്ചു, ജൂഡയിലോട്ട് പോകുന്ന വഴിക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നടന്നില്ല. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാസിലേറ്റ് ചെയ്യുമായിരുന്നോ? അല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി നടക്കുമായിരുന്നോ? അല്ല. കാരണം ദൈവം എപ്പോഴും യെസ് എന്ന് മാത്രമേ പറയുള്ളൂ. 20-ാം വാക്യം പറയാണ്, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും അവനിൽ യെസ് എന്ന് നമുക്ക് വെളിപ്പെടുന്നു. ക്രിസ്തുവിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ യെസ് യെസ് എന്ന് മാത്രമേ ഉള്ളൂ. നോ നോ എന്നില്ല. ദർ ഇസ് നോ ആംബിഗ്യൂറ്റി. ഓക്കെ, ദർ ഇസ് നോ ഡൗട്ട്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. എപ്പോഴും യെസ് ആണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന്റെ വാഗ്ദത്തമുള്ളവരാണ് എങ്കിൽ അതിനകത്തൊരു വാസിലേഷൻ ഇല്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാട്ടമില്ല. അത് എന്നും ക്രിസ്തുവിൽ യെസ് ആണ്. നിങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ദൈവവാഗ്ദത്തങ്ങളെ യെസ് എന്ന് ആക്കി മാറ്റിയിരിക്കുന്നു. ദർ ഇസ് നോ നോ ഇൻ ദാറ്റ് പ്രോമിസ്. നോ ഇല്ല. നോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ഇല്ല. ഓക്കെ, അതിന്റെ അടുത്ത വാക്യം പറയാണ്, that is why it is through him that we utter our amen to God for his glory. നമ്മൾ എന്തിനാണ് ആമേൻ പറയുന്നത്? അവന്റെ മഹത്വത്തിനായി ഈ യെസ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വാഗ്ദത്തത്തിൽ കിടക്കുന്ന ആ യെസ് ആണ്. ഇനി ഇതുകൊണ്ടായിരിക്കുമോ ചില പ്രവാചകന്മാർ സ്റ്റേജിൽ കയറിയിട്ട് യെസ് 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 എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചാടിയെന്നൊന്നും അറിയാമല്ല. അത് ശരിയായ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഓർത്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഏതൊക്കെയോ വാഗ്ദത്തങ്ങൾ എവിടെയൊക്കെയോ പറഞ്ഞിട്ടാണ് യെസ് 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 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ യെസ് എനിക്കൊന്ന് അവിടെ നോ നോ എന്നും പറഞ്ഞായിരുന്നു ബഹളം വെക്കേണ്ടത്. ആരെങ്കിലും പുറകിൽ നിന്ന് നോ നോ എന്നും കൂടെ പറയുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ബട്ട് ബിക്കോസ് അതെല്ലാം മനുഷ്യ വാഗ്ദത്തങ്ങളായതുകൊണ്ട് അതൊന്നും നിറവേറണമെന്നില്ല. അത് യെസ് നോയും ഉണ്ട് അതിനകത്ത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ കാനഡയിലോട്ട് പോകുന്നവർ കണ്ടു, അതിനകത്ത് യെസ് യെസും നോയും നോയും കിടക്കും ഒന്നിച്ചത് പാക്കഡാ. കാരണം പോയില്ലെങ്കിൽ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുണ്ടെന്ന്. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രവചിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ മനുഷ്യന്റെ പ്രവചനം കേൾക്കുമ്പോൾ അത് ഒറ്റ കാര്യമുള്ളൂ, യെസ് യെസ് മാത്രമല്ല, അതിനകത്ത് നോ നോയും കൂടെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ അതിനകത്ത് യെസ് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിൽ അങ്ങനെ ഒരു യെസ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മഹത്വത്തിനായി ആമേൻ പറയണമെന്ന് പൗലോസ് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇത് പൗലോസ് അവതരിപ്പിക്കുന്നത്. ദ അഷുറൻസ് ഓഫ് അവർ ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം പറയുന്നത്, ദൈവം തന്നെയാണ് ഞങ്ങളെ നിങ്ങളുടെ കൂടെ ക്രിസ്തുവിൽ ആക്കി വച്ചിരിക്കുന്നത്, നമ്മെ ഒരുപോലെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന, "And it is God who establishes us with you in Christ and has anointed us." അപ്പം ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തിട്ടാണ് ഈ അനോയിന്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരുമിച്ച് ചേർക്കലിലാണ് ഈ അനോയിന്റിംഗ് വരുന്നത്. കാരണം അഭിഷേക തൈലം വീഴുന്നത് ക്രിസ്തുവിന്റെ തലയിലാണ്, നമ്മുടെ ആരുടെ തലയിലല്ല. ബിക്കോസ് ഹീസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ഇപ്പൊ ചർച്ചിന്റെ അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ പ്രത്യേകമായി വീഴുന്ന ഓയിലല്ല, ക്രിസ്തുവിന്റെ തലയിൽ വീണ അഭിഷേക തൈലമാണ്. അപ്പോൾ എങ്ങനെയാണ് പൗലോസിനെയും നമ്മളെയും ഒരുപോലെ ഈ സഭയെ ഒന്നിച്ച് അഭിഷേകം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിച്ച് ചേർത്തിട്ട്
ക്രിസ്തുവിൽ അഭിഷേകം ചെയ്യുകയായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സോ വി ഹാവ് ദ അനോയിന്റിങ് ഓഫ് ക്രൈസ്റ്റ്. എവ്രി ഓർഗൻ ഓഫ് ദ ബോഡി ഈസ് അനോയിന്റഡ്. നമ്മളെല്ലാവരും ഒരേ അനോയിന്റിങ് ലഭിച്ചവരാണ് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗോഡ് ഹു എസ്റ്റാബ്ലിഷ്ഡ് us with you in Christ and has anointed us. എന്നിട്ട് എന്ത് ചെയ്തു? ഈ അനോയിന്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന അനോയിന്റിങ് എന്താണ് ശരിക്കും ചെയ്യുന്നതെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. And who has put his seal on us and given us his spirit in our hearts as a guarantee. അപ്പൊ അനോയിന്റിങ് ഉള്ളവർക്കാണ് എന്തുള്ളത്? ദൈവത്തിന്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഓക്കെ, അതൊരു ഗ്യാരണ്ടി ആയിട്ട് നൽകിയിരിക്കുന്നു. ബിക്കോസ് വി ആർ പാർട്ട് ഓഫ് ക്രൈസ്റ്റ് ബോഡി. ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമാണ്. വൺസ് യു ആർ an organ of his body, you are always an organ. കുറച്ചു നേരം കഴിയുമ്പോൾ കർത്താവിന്റെ ഫിംഗർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു ഫിംഗർ വെച്ച് പിടിപ്പിക്കുന്നില്ല. there is no mutilation in Christ's spiritual body. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു ഗ്യാരണ്ടിയാണ്. നമ്മുടെ എറ്റേണൽ റിഡംഷന് വേണ്ടി, അതായത് എന്നേക്കുമുള്ള നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മെ സീലടിച്ചിരിക്കുന്നു ആത്മാവിനാൽ. അതൊരു ഗ്യാരണ്ടി ആയി നമുക്ക് തന്നിരിക്കുന്നു. അതാണ് ഈ ആമേൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വി സേ യെസ് ആമേൻ ബിക്കോസ് വി ആർ ഷുവർ ഓഫ് ദാറ്റ് ഇൻഹെറിറ്റൻസ്. അത് ദൈവം നമുക്ക് സീൽ ചെയ്ത് തന്നിരിക്കുന്നു. അതാണ് നമ്മളെയും എന്നെയും നിങ്ങളെയും ഒന്നിച്ചു ചേർത്ത് കർത്താവ് ചെയ്തിരിക്കുന്ന പണി. ഇൻ ക്രൈസ്റ്റ് വി ആർ അനോയിന്റഡ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും പരസ്പരം ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ ഓരോരുത്തരോടും ശുശ്രൂഷിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ കർത്തൃത്വം നടത്തുന്നവരല്ല. കാരണം ഓരോരുത്തർക്കും വിശ്വാസം നൽകുന്ന കർത്താവാണ്. വി കനോട്ട് ഡിക്റ്റേറ്റ് യുവർ ഫെയ്ത്ത്. ഇന്ന് നമ്മൾ മറ്റ് കോമൺ മീറ്റിങ്ങിൽ നോക്കി കഴിയുമ്പോൾ അവർ നമ്മുടെ ഫെയ്ത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി വിശ്വസിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദേ ആർ ഹാവിങ് എ സേ അബൌട്ട് ഇറ്റ്, അല്ലെ? നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ശരിക്കും വിശ്വസിച്ചാൽ സംഭവിക്കും, നിങ്ങൾ ശരിക്കും വിശ്വസിച്ചില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേ ആർ ലോഡിങ് ഓവർ അവർ ഫെയ്ത്ത്. പക്ഷെ ഇതിനകത്തൊരു ലോഡിങ് ഓവർ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നതാണ്. അനദർ പേഴ്സൺ ഹാസ് നോ ആർബിട്രേഷൻ ഓവർ ദാറ്റ്. വേറൊരാൾക്ക് അതിന്മേൽ ആർബിട്രേഷൻ ഇല്ല. കാരണം ഇവിടെ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ കർത്തൃത്വം നടത്താൻ സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് തന്നെ ദൈവം തരണം. നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്മേൽ ഞങ്ങൾക്ക് കർത്തൃത്വമില്ല. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങളുടെ കൂടെ സന്തോഷം അനുഭവിച്ച് ഉറച്ചു നിൽക്കുകയാണെന്നാണ്. അതായത് പൗലോസ് ശരിക്കും ശുശ്രൂഷിക്കുമ്പോൾ പൗലോസ് ഒരാളുടെ വിശ്വാസത്തിന്മേൽ കർത്തൃത്വം നടത്തുകയല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളാണ് ഇപ്പൊ ശുശ്രൂഷിക്കുന്നെങ്കിൽ പൗലോസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ സന്തോഷിക്കുകയും നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. അതായത് ഇറ്റ്സ് എ ഫെസിലിറ്റേഷൻ, ഇറ്റ്സ് നോട്ട് ലോഡിങ് ഓവർ. വേറൊരാളുടെ വിശ്വാസം വളർന്നു വരാൻ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. വേറൊരാളെ നമ്മളവർക്ക് സ്പേസ് കൊടുത്ത് അവർ വളർന്നു വരാൻ വേണ്ടി അവരെ ഒരു മെന്ററിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഫെസിലിറ്റേഷൻ, ശുശ്രൂഷ ചെയ്യുകയാണ്. ലോഡിങ് ഓവർ അല്ല. അത് മുകളിൽ നിന്ന് ഭരിക്കുന്നില്ല, മുകളിൽ നിന്ന് കർത്തൃത്വം സ്ഥാപിക്കുന്നില്ല. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ശുശ്രൂഷകൻ ഒരിക്കലും നിങ്ങളുടെ മേൽ കർത്തൃത്വമുള്ള ആളല്ല. ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചകളിൽ പോകുന്നവരെല്ലാം അവിടുത്തെ ശുശ്രൂഷകരുടെ അടിമകളാണ്. എനിക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ കർത്തൃത്വം നടത്താൻ അവകാശമില്ല. കാരണം നിങ്ങൾക്ക് എന്നേക്കാൾ വിശ്വാസമുള്ളവരായിരിക്കും. ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ കർത്തൃത്വം നടത്തുന്നത്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം നമ്മളെല്ലാവരും ഒരേ അഭിഷേകത്തിന്റെ കീഴിലുള്ളവരാണ്. എന്നാൽ നിങ്ങൾ ന്യൂ ജനറേഷൻ കൾട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെ എല്ലാവരും ഒരേ അഭിഷേകത്തിന് കീഴിലുള്ളവരല്ല. അവിടുത്തെ ശുശ്രൂഷകന് ഭയങ്കര വിശ്വാസിയും ഭയങ്കര അഭിഷിക്തനുമാണ്. നിങ്ങൾ പാവങ്ങൾ അവരുടെ നിഴലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിന്മേൽ അവർക്ക് കർത്തൃത്വമാണുള്ളത്.
ഒന്നിച്ച് നടക്കുകയല്ല അവർ ചെയ്യുന്നവർ, കർത്തൃത്വം സ്ഥാപിക്കുക. എവിടെ നോക്കിയാലും നമുക്കത് മനസ്സിലാവും. കർത്തൃത്വം യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞു കുഞ്ഞു ക്രിസ്തുക്കളായിട്ട് നിങ്ങളുടെ മുകളിൽ കർത്തൃത്വം നടത്തി അവർ ഈ കൗണ്ടർ ഫീറ്റ് ക്രിസ്തുവിനെ വെച്ച് രാജ്യം ഉണ്ടാക്കുകയാണ്. ഇത് നമുക്കൊരു വലിയ എന്താ പറയുന്നേ, ഒരു കണ്ണുതുറവിയാണ് എന്താണ് ശരിക്കും ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. പ്രിയ സഹോദരങ്ങൾ, ആരെങ്കിലും നിങ്ങളെ ലോഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭരിക്കാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് ദൈവത്തിന്റെ വഴിയല്ല. സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ആത്മീക പവർ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെക്കാൾ ആത്മീക പവർ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും ക്രിസ്തുവിന്റെ രാജ്യത്തിലല്ല ഇരിക്കുന്നത്. The power rests with Christ and his spirit. ഒരു മനുഷ്യനിലും പ്രത്യേകിച്ച് യാതൊരു പവറും ഇല്ല. only weaknesses. I am a weak brother. ഇപ്പൊ ഈ കൾട്ടുകളെല്ലാം ചുറ്റും നടന്ന് നിങ്ങൾ വിചാരിക്കുന്നവരായിരിക്കും ചേസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര വിശ്വാസ വീരനാണ്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. കാരണം നമ്മളെല്ലാം സ്ട്രഗിളിനകത്തൂടെ പോകുന്നവരാണ്. ഈ സ്ട്രഗിൾസ് അവിടെ ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ വഴി നടത്താൻ വേണ്ടി ദൈവം ഞങ്ങളെ ഉപദേഷ്ടാക്കന്മാരെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഡസ് നോട്ട് ഗിവ് മീ ആൻ അതോറിറ്റി ഓവർ യു. ഓൺലി അതോറിറ്റി ഈസ് വാട്ട് യു ഗിവ് മീ. നിങ്ങൾ എനിക്ക് തരുന്ന അത്ര അതോറിറ്റി എനിക്ക് നിങ്ങളുടെ മേലുള്ളൂ. അതുപോലെയാണ് ഓരോരുത്തരുടെയും കാര്യം. അപ്പോൾ ഈ ലോഡിങ് ഓവർ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഇന്ന് വ്യാപകമാണ്. അനേകം ആൾക്കാരെ ഇത് അടിമകളാക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ ഈ പുൽപ്പിറ്റിൽ നിന്നുള്ള അധികാരപ്രയോഗം, അധികാരത്തിന്റെ ദുഷിപ്പ്, ഭയപ്പെടുത്തുന്ന മെസ്സേജുകൾ, നിങ്ങളെ ശപിക്കുന്ന മെസ്സേജുകൾ, നിങ്ങളെ എന്താ പറയുന്നത്, മുമ്പിരിക്കുന്ന ആൾക്കാരെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് നീ അവൻ നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിവിടുന്നത്, ഡിസ്റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ എന്താ പറയുക കർത്താവിന്റെ വെളിപ്പാട് ലഭിക്കാത്തതുകൊണ്ടാണ്. Because he never allows anyone to lord over you. You are his precious children. അവന്റെ അതിവിശുദ്ധ മക്കൾ, അവന്റെ വിശ്വസ്ത മക്കൾ, ആ മക്കളുടെ മേലെ അധികാരം പ്രയോഗിക്കാൻ അവൻ ഒരാളെയും വിടുന്നില്ല. He is the head and he has the authority. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം എന്റെ അതോറിറ്റി അല്ല, അത് വചനത്തിന്റെ അതോറിറ്റിയാണ്. വചനം കർത്താവ് പറഞ്ഞാണ്, അത് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ആസ് എ പേഴ്സൺ ലോഡ് ഓവർ യു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണുമ്പോൾ ഒരു മനുഷ്യനും എഴുന്നേക്കിട്ടേക്കരുത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാണക്കേടായി. ഇവനെപ്പോലെ ഒരുത്തിന്റെ മുമ്പിലാണല്ലോ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ അവിടെ വെച്ച് ലജ്ജിക്കാനിടയാവും. ഡോണ്ട് ഗിവ് ആൻ അൺഡ്യൂ റെസ്പെക്ട് ടു ദ പ്രീച്ചേഴ്സ്, സോ കോൾഡ് പ്രീച്ചേഴ്സ് ഓർ മിനിസ്റ്റേഴ്സ്, ബട്ട് ഓണർ ദെയർ വർക്ക്. അതല്ലാതെ അവരെ കാണുമ്പോഴേക്കും ഒരു ഭയങ്കര ദിവ്യന്മാർ വന്ന ഒരു ഫീലിംഗിന് ഉണ്ടാകരുത്. ബിക്കോസ് ക്രൈസ്റ്റ് വിൽ നോട്ട് ബി ഗ്ലോറിഫൈഡ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ പൗലോസ് പോകണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ദൈവം നോ പറഞ്ഞു. അതാണ് പൗലോസ് പറയുന്നത്. പൊതുസഭയിലോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. കാരണം വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര വേദനയായി മാറുമായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ വേദന ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങോട്ട് പോകണ്ടായെന്ന് ദ ഹാഡ് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അതായത് നമ്മൾ തമ്മിൽ വേദന മാറി സന്തോഷം ഉണ്ടാകാൻ വേണ്ടി കുറച്ച് സമയം ദൈവം എനിക്ക് തന്നു എന്ന് പൗലോസ് പറയുന്നു. ഓക്കെ, അപ്പൊ എന്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാകാനും അത് പൂർണ്ണമാകാനും കർത്താവ് പറഞ്ഞ പോലെ പൗലോസിനോട് പറയാണ്, ആ ഒരു സന്തോഷത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്പിരിച്വൽ പ്രിൻസിപ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒന്നല്ല, രണ്ട് കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു, പൗലോസ് പറയാണ്. 4-ാം വാക്യം പറയുന്നു, അത് പക്ഷെ ശരിക്കും നിങ്ങളോടുള്ള വേദനയായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, അത് നിങ്ങളോട് എനിക്കുള്ള അബണ്ടന്റ് ആയിട്ടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ മോളിൽ ലോഡ് ഓവർ ചെയ്യുവാൻ നിങ്ങൾ ചിന്തിക്കരുത്, ഭരിക്കാൻ ചിന്തിക്കരുത്. എനിക്ക് നിങ്ങളോടുള്ള ആ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ആ സ്നേഹമാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്
വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസം പറയാനുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും ഞാനതിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കും. ഈ സ്നേഹം വെളിപ്പെടുന്നതിനകത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഈ സ്നേഹം നമ്മളെ ആനന്ദിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. സ്നേഹത്തിൽ ആനന്ദം മാത്രമല്ല ഉള്ളത്, ദുഃഖമുണ്ട്. കാരണം ഒരാളുടെ ദുഃഖം എന്റെയും ദുഃഖമായി മാറുമ്പോഴാണ് ഞാൻ ആളെ സ്നേഹിക്കുന്നത്. ഒരാളുടെ സന്തോഷം എന്റെയും സന്തോഷമായി മാറും. അപ്പൊ ഒന്നിച്ച് സന്തോഷവും സങ്കടവും അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ പൗലോസ് പറയുന്നത്, ഞാൻ വരുമ്പോൾ എന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേ എനിക്ക് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം വലിയ വേദനയായിട്ട് മാറും. അപ്പൊ പങ്കുവെക്കൽ എന്ന് പറയുന്നത്, ദുഃഖവും സന്തോഷവും ഒരു സ്നേഹബന്ധത്തിനകത്തുണ്ട്. ഒരു സഭയ്ക്കകത്തുണ്ടാകണം. വേദന ഉണ്ടാകണം, സന്തോഷവും ഉണ്ടാകണം. അപ്പൊ ഏത് വേദന ഉണ്ടായാലും ഒരു സന്തോഷത്തിന് കാരണമാകുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒത്തിരി സോറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയണമെന്നും, ഒരു മിനിറ്റ്, കർത്താവിങ്കിലേക്ക് തിരിയണമെന്നും ആ കർത്താവിൽ നിന്ന് ആ കൃപ പ്രാപിക്കണമെന്നും പൗലോസ് പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് സ്നേഹമാണെങ്കിൽ മറ്റൊന്ന് ഫൊർഗീവ്നെസ് ആണ്. നമ്മുടെ ദുഃഖം മാറാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പൗലോസ് പറയുന്നു, എല്ലാവരും ക്ഷമിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട്, നിങ്ങൾ എന്നോട്, സകലരോടും ക്ഷമ. എപ്പോഴും ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കണം. വി നീഡ് ടു ഫൊർഗീവ് എവറി ടൈം, എവറി വൺ. ഓക്കെ, അപ്പൊ അത് ദൈവത്തിന്റെ പ്രസൻസ് അതിനായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസൻസിനെ നമ്മൾ ദൂരെയാക്കി കളയും. 10-ാം വാക്യം പറയുന്നു, എനിവൺ ഹൂം യു ഫോർഗീവ് ഐ ഓൾസോ ഫോർഗീവ്. ഇൻഡീഡ് വാട്ട് ഐ ഹാവ് ഫോർഗിവൺ, ഇഫ് ഐ ഹാവ് ഫോർഗിവൺ എനിത്തിങ് ഹാസ് ബീൻ ഫോർ യുവർ സേക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. എല്ലാം ക്ഷമിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞത്, ഫൊർഗീവ്നെസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അടയാളം. കാരണം കർത്താവ് നമുക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ബൈ ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്, ആൻഡ് ദെൻ വെൻ വി അണ്ടർസ്റ്റാൻഡ് ദ ഡീപ് ലവ്, വി ആർ ഗ്രോയിങ് ഇൻ ദാറ്റ് ലവ്. ഇത് രണ്ടുമാണ് കർത്താവും നമ്മളോടുള്ള ബന്ധം. എന്നോട് ക്ഷമിച്ച് എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, ഫൊർഗീവ്നെസ് ആൻഡ് ലവ്, ഇത് രണ്ടുമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും കർത്താവിനെ നമ്മൾ അനുഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ പാപക്ഷമയും, അത് സ്നേഹം തന്നെയാണ്. അതിനുശേഷം നമ്മുടെ മക്കളോട് കാണിക്കുന്ന ആ സ്നേഹത്തിന്റെ പരിലാളനയും. ഇത് രണ്ടും നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കത്തക്ക രീതിയിലാണ് ഒരു ഫെലോഷിപ്പിനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏത് ഫെലോഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദ അതർ മാൻ, ദ അതർ വുമൺ മേ നോട്ട് ബി ലൈക്ക് യു എക്സ്പെക്ടഡ്. അവിടെയാണ് ഫൊർഗീവ്നെസ്. ലവ് എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള നമ്മളെ നിരന്തരം നടത്തുന്ന ദൈവികമായ തത്വമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ശരിക്കും ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ. കൊരിന്ത് സഭയോടുള്ള റിലേഷൻഷിപ്പിൽ ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് വിഷമം, ചില സമയത്ത് സന്തോഷം, ചില സമയത്ത് അഭിമാനം, ചില സമയത്ത് പുകഴ്ച, ഇതെല്ലാം ഉണ്ട് പൗലോസിന്. പക്ഷെ ഇതെല്ലാത്തിന്റെയും റൂട്ട് എന്ന് പറയുന്നത് പരസ്പരം ക്ഷമിക്കുക എന്നുള്ളതും സ്നേഹിക്കുക എന്നുള്ളതും, അതിന്റെ എല്ലാം പർപ്പസ് ദൈവം എപ്പോഴും മഹത്വപ്പെടുക എന്നുള്ളതുമാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും ഇതൊരു പാറ്റേൺ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളാരും ഒരു പെർഫെക്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിവുള്ളവരല്ല, നമുക്കെല്ലാം ബലഹീനത ഉള്ളവരായതുകൊണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഈ ഫൊർഗീവ്നെസ് ആൻഡ് ലവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മളെ ഒറ്റ ശരീരമായി ഒരു അനോയിന്റിങ്ങിൽ ഒരു തലയുടെ കീഴിൽ ഹാർമോണിയസ് ആയിട്ട് നിർത്തുവാൻ കഴിയുന്ന രീതിയിലാണ് ദൈവം നമ്മുടെ സഭകളെയും നമ്മുടെ കുടുംബങ്ങളെയും ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി വിൽ സീ അഗെയിൻ നെക്സ്റ്റ് മൺഡേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി, കൃപാദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വിസ്ഡത്തിൽ ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ അങ്ങ് ഞങ്ങളെ അനുഭവിച്ചിരിക്കുന്ന ഇടുക്ക് വഴി അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരോടും ക്ഷമിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഭരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് വളർത്തണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മേവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം.